നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ നമഃ. പരീക്ഷിത്തിൻ്റെ ജനനം. ബാദരായണൻ നിജ ബോധമാലിന്യം തീർപ്പാന് മോദമാർന്നതു ചമച്ചാനതിങ്ങനെയല്ലോ ജാതനായപ്പോഴേതാൻ മുക്തനായിരിപ്പോരു വ്യാസനന്ദനൻ നിരാശാകരനാത്മാരാമൻ ശ്രീശുകൻ ഭാഗവതം പഠിപ്പാൻ എങ്ങന്തതിൽ ആശയായതു ചൊൽകെന്നിങ്ങനെ ചോദിച്ചപ്പോൾ ചൊല്ലിനാനത സുതനെല്ലാവർക്കും ആത്മാവല്ലോ. കല്യാണപ്രദനായ ഭഗവാൻ നാരായണൻ തൽഗുണങ്ങളെ അനുസരിച്ചും ഭക്ത്യാ വേണം നിർഗുണത്തിങ്കൽ ചേർന്ന് ലയിപ്പാനറിഞ്ഞാലും അങ്ങനെ ഗുണപ്രസിദ്ധാത്മകൻ ചരിത്രങ്ങൾ ഇങ്ങോരു ഫലശ്രദ്ധ കൂടാതെ മുനികളും സംഘനാശനകരമെന്നോർത്തു ശീലിക്കുന്നു. സംഗമോ ഭഗവ മായാഗുണങ്ങളിൽ ഇല്ലല്ലോ. ഇങ്ങനെ നിരൂപിച്ചു ശ്രീശുകൻ ഭാഗവതം തിങ്ങിന ഭക്ത്യാ പഠിച്ചിടുവാനവകാശം. ഭഗവൽ ഗുണങ്ങളിലെ അവിലോചിത ചിത്തൻ അകമേശുകൻ പഠിച്ചിടിനാനതു പിന്നെ. നൃപതി വിഷ്ണുരാധൻ തന്നെ കേൾപ്പിപ്പാനുള്ളോര് അവകാശവും പുനരതുന ചൊല്ലാമല്ലോ. ഭാരതയുദ്ധത്തിങ്കൽ വീരരാം നരവരന്മാരെല്ലാം മരിച്ചൊടുങ്ങിടിന ശേഷത്തിങ്കൽ മാരുതിയുടെ ഗതയേറ്റുടൻ തുടഞ്ഞെരിഞ്ഞ് ആരഴൽപ്പെട്ടു യുദ്ധഭൂമിയിൽ കിടക്കുന്ന ദുര്യോധനനെ കണ്ടതി സങ്കടത്തോടെ ഗുരുനന്ദനൻ ചെന്നു ചതിയാലുറക്കത്തിൽ ദ്രുപദപുത്രീ സുതന്മാർ തലകളെ അറുത്തവൻ ഈശ്വരൻ മുമ്പിൽ വച്ചതങ്ങ് അവനേതും പെരികെ പ്രിയമായിലതിനാലതിശുജ കരയം ദ്രുപദജ സവിതേ ചെന്നു നിന്നും പുരുഹുതജൻ ചൊന്നാൻ ഇതു ചെയ്തവനൊരു ധരണീസുരവനെങ്കിലും അവൻ തല മുമ്പിൽ വച്ചിനി നിന്റെ ദുഃഖം ഞാൻ തീർപ്പനെന്നും പൻപോട് സമയം ചെയ്ത് ആശ്വസിപ്പിച്ച ശേഷം കൃഷ്ണസാരഥിയായി തേരിലങ്ങേറിച്ചെല്ലും. ജിഷ്ണുനന്ദനെ കണ്ട അശ്വാത്മാവന്നേരം ഭീതനായോടി നാനാദിക്കുകൾ തോറും നടന്നേതുമാശ്രയം കാണാഞ്ഞ് അർജുനൻ തന്നെ നോക്കി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാനതിനെ കൃഷ്ണാജ്ഞയായി. ബ്രഹ്മാസ്ത്രം കൊണ്ടു തന്നെ തടഞ്ഞങ്ങവനെയും പിടിച്ചുകെട്ടി ധ്രുവദാത്മജൻ മുന്നിൽ അടുക്കെ വച്ചു സത്യം വരിച്ചാൽ ധനഞ്ജയൻ. തദനു പാഞ്ചാല ഭൂപാലനന്ദന ഗുരുസൂതനെ കണ്ടും ദയാവതി താനതു നേരം മനസ്സി ഭക്തി വളർന്നഭിവന്ദനം ചെയ്തു. തനിയെ ബന്ധമഴിച്ചയ്ക്ക് എന്നാളാ
അവൾ ബ്രഹ്മണോത്തമന ആചാര്യാത്മജനിവനല്ലോ. ബ്രാഹ്മണദേശം യോഗ്യമല്ലെന്നും നൃപപുത്രീ ചൊന്നതാദരിച്ചു ധർമാത്മജമുകുന്ദന്മാർ. നിന്നളവേറ്റം ബഹുമാനിച്ചു മറ്റുള്ളോരും നിന്നതു കണ്ടു വായുനന്ദനവൻ തന്നെ കൊന്നെടുക്കണം ചൂടാരത്നമെന്നൊരുമ്പെട്ടും. വന്നവൻ തന്നോടത് യോഗ്യമല്ല വന്ധ്യനാകുന്നതി ധരാസുരൻ എന്നതിൻ ഇന്നിപ്പോൾ കൊന്നതിൻ ഫലം വരുത്തിയിടുവനിവിടെ ഞാൻ എന്നരുൾ ചെയ്തു നന്ദനൻ നാരായണൻ. പിന്നെയങ്ങവൻ തലശികയാക്കൂടെ ചിരച്ച് അന്യോന്യ സഹജമായുള്ളോര് ചൂടാരത്നം ചുഴന്നെടുത്തവിടെ ബന്ധിച്ച ബന്ധവും തീർത്ത് പൂർണ്ണവേദനയോടെ കേണുവീണവൻ തന്നെ കണ്ടഹോ. പടവീട്ടിൽ നിന്നുടൻ പുറത്താട്ടിക്കൊണ്ട് പോയാക്കി പുരിപുക്കിരുന്നരുളുമ്പോൾ കൊണ്ടൽ നേർവർണ്ണൻ ധ്രുവദാത്മജ തന്നെ കൂടെ കൊണ്ടുപോയി കുരുക്ഷേത്രം പ്രാപിച്ചു രണാങ്കണെ. പണ്ടുതാൻ പ്രതിജ്ഞ ചെയ്തുള്ള തങ്ങൾക്കവൾക്കുള്ളിൽ ഇണ്ടലെന്നിയെ കാട്ടിക്കൊടുത്തു വാർത്തന്മാരെ കൊണ്ടു യുദ്ധത്തിൽ മരിച്ചുള്ളവർക്കെല്ലാം ഗതി ഉണ്ടാവാൻ ശേഷക്രിയ ചെയ്യിച്ചു വഴിപോലെ ധർമ്മജൻ തനിക്കു രാജ്യത്തെയും സമർപ്പിച്ചു. നിർമ്മലൻ ദ്വാരാവതിക്കങ്ങ് എഴുന്നള്ളിയിടുവാന് തുടങ്ങുന്നേരം നിജഗർഭവിച്ഛേദം ചെയ്യുവാൻ തുടർന്നു വരും വിരിഞ്ചാസ്ത്രവേഗത്താലുള്ളം നടുങ്ങി ശരണമായുത്തര കരയുമ്പോൾ മടങ്ങി ഗുരുകുലം രക്ഷിപ്പാൻ അഖിലേശൻ. ഗർഭത്തെ സ്വമായയായി മൂടി രക്ഷിച്ചും വച്ചും ചിൽപ്പുമാനൊരുമ്പെട്ട് യാത്ര കണ്ടതു നേരം കുന്തിയും പുത്രന്മാരും ശ്രീപാദാംബുജത്തിങ്കൽ അന്തിയെ നമസ്കരിച്ച് അന്തർമോദേന ചൊന്നാർ സന്തതം സദാ ചിത്താന്തസ്ഥിതനായുള്ളോര് നിന്തിരുവടിയൻ്റെ സന്തതി ജാതങ്ങളെ സന്തോഷിപ്പിച്ചും രക്ഷിച്ചിടുവാനിവിടെ നിന്ന് എന്തെല്ലാം ദുഃഖം അനുഭവിച്ചും ജഗൽപദേ ചിന്തിച്ചാലതു സുഖമങ്ങ് എന്നു വരികിലും നിന്തിരുവടിയായി കൊണ്ടപ്പോഴും നമാമ്യുഹം. ബന്ധുവത്സലനായ നിന്നെ വേർപെട്ടാലിവ അന്ധന്മാരെന്നും ദയാസിന്ധോ ഞാൻ ചൊല്ലേണമോ. സർവാത്മാ സർവജ്ഞനാം നിന്തിരുവടിയെന്നാൽ സർവാപരാധങ്ങളും ക്ഷമിച്ചു ചെറുതെന്നും വാഴേണമിവിടെ പാഴായി വരുമല്ലെന്നാകിൽ താഴാമേലിളപ്പമുണ്ടാം എന്നവൾ ചൊല്ലും നിർബന്ധ മധുരവാക്യസ്തുതികളെ കേട്ടും സൽബന്ധം തെളിഞ്ഞു തത്രൈവ വാണിടും കാലം. ധർമ്മജൻ രാജ്യലോഭം കൊണ്ടുതാൻ ചെയ്തതെല്ലാം ദുർമതമെന്നു ചിന്തിച്ച് അന്ധനായി ചമകയാല് ധർമാധർമ്മങ്ങൾ ഗംഗാനന്ദനൻ തന്നെ കൊണ്ടും നിർമ്മലൻ ഉപദേശിപ്പിച്ചതു മടക്കിനാൻ. പിന്നെ ഗംഗാദത്തൻ
കൃഷ്ണനെ കണ്ടു തെളിഞ്ഞ് അന്യോന്യഭക്ത്യാ നിജ ചിത്തത്തിലുറപ്പിച്ചും വർണ്ണിച്ചു ദേഹത്യാഗം ചെയ്തവൻ ഗതി കണ്ടു പുണ്യവാൻ തൻ്റെ ശേഷക്രിയകളതു ചെയ്തു ഹസ്തിനപുരി പൂക്കും രാജ്യവും പരിപാലിച്ച് അത്തലമൊഴിച്ചു വാണിടിനാൻ ധർമാത്മജൻ കൃഷ്ണനും പൗരാണികാചാര്യനാം ദൗമ്യൻ താനും ജിഷ്ണുഭീമാദികളും ഒത്തുപോയി പനിമല പൊക്കുടൻ നിധിയെടുത്ത് അശ്വമേധവും കഴിച്ച് ഉൾക്കാമ്പിൽ ധർമാത്മജനത്രേയും സുഖം ചേർത്തും വർദ്ധിച്ചുകൂടെ പിരിയാതെ 4-5 മാസം ഉത്തമ ശ്ലോകൻ തത്രേ വസിച്ചോരനന്തരം കുന്തിയെ കണ്ടു വന്ദിച്ച അന്തസ്താപവും തീർത്തു കുന്തിനന്ദനന്മാരോട് അനുവാദവും കൊണ്ട് ശ്രീമദ്വാരകാപുരിക്കങ്ങ് എഴുന്നള്ളിയിടിനാന് കാമതൻ തന്നെ കണ്ടും സുഖിച്ചാരെല്ലാവരും അക്കാലം ചക്രായുധൻ മായയായി ഗർഭത്തിങ്കൽ രക്ഷിച്ചങ്ങിരുന്നോര് പുത്രനെ പ്രസവിച്ചാൾ മാത്സ്യനന്ദന എടുത്തുളനായ പുത്രനും പരീക്ഷിച്ചും ഇട്ടിതു നാമത്തെയും ബാക്കി ഭാഗം നാളെ.